യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം ഞാനും നിങ്ങളും ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന നല്ല സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് നിങ്ങൾക്കൊരനുഗ്രഹമുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിക്കാൻ കഴിയുന്ന നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരനർത്ഥവും വരാതെ എന്നെയും നിങ്ങളെയും ദൈവം ഉള്ളം കയ്യിലെന്ന പോലെ സൂക്ഷിക്കട്ടെ. എല്ലാ ദിവസവും ദൈവവചനത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾക്കൊരനുഗ്രഹമാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഒരു സെക്കൻഡെങ്കിലും ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ, ഈ വചന ശുശ്രൂഷ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാകാൻ കർത്താവേ, ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുമ്പോൾ അത് കേവലം വേറെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ കേൾക്കുന്ന പോലെ ഒന്നാകാതെ അത് ദൈവത്തിൻ്റെ ശബ്ദമായി ഹൃദയത്തിനകത്ത് അതൊരനുഗ്രഹമായത് മാറണം. സത്യം പറയാം, ഒരാൾ വചനത്തെ വിശ്വാസത്തോടെ അങ്ങ് ഏറ്റെടുക്കുമ്പം അനുഗ്രഹത്തിൻ്റെ കലവറയെ ദൈവം തുറന്നു തരുന്നത്. അനുഗ്രഹത്തിൻ്റെ ഒരു കലവറ തന്നെ ദൈവം തുറക്കും. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പ്രാർത്ഥനയിൽ നിന്നകന്നോ, വിശ്വാസത്തിൽ നിന്നകന്നോ, ദൈവീക കാര്യങ്ങളിൽ നിന്നകന്നോ ഒക്കെ ഉണ്ടോ, അവരെ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ ഒരാളായിരിക്കും ഈ വചനം കേൾക്കുന്നത്. നിങ്ങളിലൂടെ ആ വീട് മുഴുവൻ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലാകട്ടെ. വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ കുടുംബവും സന്തോഷമുള്ള, സമാധാനമുള്ളൊരു കുടുംബമായി മാറട്ടെ. എല്ലാവർക്കും വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വചനം കേൾക്കാൻ ഒരുങ്ങണം. വചനം കേൾക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. വചനം ഒരാൾ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ, ആ വചനം വായിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ വചനം സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വചനത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, വചനത്തെ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറുകയാണ്. ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യമാണ്. 25 മുതലുള്ള വാക്യം. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വർഷത്തിൻ്റെ കണക്കെഴുതിയിട്ടുണ്ട്. 12 വർഷത്തെ ദുഃഖവും വിഷമവും വേദനയും നിരാശയൊക്കെ. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി, പല ഡോക്ടർമാരെയും കണ്ടു, ചികിത്സിച്ചു, വളരെ കഷ്ടപ്പെട്ടു, കൈവശമുള്ളതെല്ലാം ചെലവഴിച്ചു. 2-3 വാക്കുകൾ കേട്ടോ. കൈവശമുള്ളത് മുഴുവൻ ചെലവാക്കി, ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നിട്ട് സ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ടു എന്നല്ല, കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. ടച്ച് ഓഫ് ഫെയ്ത്ത്, എ സിംഗിൾ ടച്ച്. വിശ്വാസത്തോടെ ആ വസ്ത്രത്തിൽ തൊട്ടു. പ്രിയപ്പെട്ടവരെ, ആ ഒരു വിശ്വാസത്തോടെ ഒരു തൊടൽ അവിടെ സംഭവിച്ചു. ഇനി വിശ്വാസത്തോടെ തൊട്ട ഈ വ്യക്തിയെ യേശു വിളിച്ചത് 34-ാമത്തെ വാക്യം വായിക്കുകയാണ്. 5-ാം അധ്യായം 34-ാമത്തെ വാക്യം. അവൻ അവളോട് പറഞ്ഞു, മകളെ. വിശ്വാസത്തോടെ ആ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവിടെ ഒരു ബന്ധമുണ്ടായി. മകളെ എന്ന് വിളിച്ച്, വേറൊന്നുമല്ല, മകളെ.
വലിയൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായി. വചനം വിശ്വാസത്തോടെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾക്ക് ദൈവത്തോടും ദൈവത്തിന് നിങ്ങളോടും ഒരു നല്ല റിലേഷൻഷിപ്പാണ്, ഒരു ബന്ധമാണ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തോടെ ആ വസ്ത്രത്തെ തൊട്ടപ്പോൾ ദേഷ്യത്തോടെ ആരാ എന്നെ തൊട്ടത്, എന്നെ തൊടുന്നൊന്നും ആർക്കും ഇഷ്ടമില്ല, എന്നെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊന്നുമല്ല, സ്നേഹത്തോടെ വിളിക്കുക, മകളെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ തൊടുമ്പോൾ, ആ വചനത്തെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ, രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ തൊട്ടതുപോലെ വിശ്വാസത്തോടെയാണ് നമ്മളും വചനം കേൾക്കുന്നത്, ആ വചനം സ്വീകരിക്കുന്നത്, അത് ഏറ്റെടുക്കുന്നത്. അത് നമ്മുടെ കുടുംബം ദൈവത്തോടുള്ള, ദൈവത്തിന് നമ്മളോടും നമ്മുടെ കുടുംബത്തോടും നമുക്ക് ദൈവത്തോടുമുള്ള ഒരു ബന്ധം വർദ്ധിക്കുന്നുണ്ട്. ഒരാഴമേറിയ ബന്ധം. എല്ലാ അനുഗ്രഹങ്ങളുടെയും തുടക്കം ഈ ബന്ധമാണ്. ഏത് ബന്ധം? ദൈവത്തോടുള്ള ബന്ധം. കാറുണ്ടോ, ജീപ്പുണ്ടോ, വലിയ വീടുണ്ടോ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? എല്ലാവരും ചോദിക്കാറില്ലേ, എന്തൊക്കെ ആസ്തിയുണ്ട്, എന്താ ജോലി, എന്താ, എല്ലാം ചോദിക്കും. ഉണ്ടോ എന്ന് ചോദിക്കും. കാറുണ്ടോ, വീടുണ്ടോ, എത്ര വീടുണ്ടോ, എത്ര സൗകര്യങ്ങളുണ്ട്, എന്താ ജോലി, എത്ര സാലറി ഉണ്ട്. നിനക്ക് ദൈവത്തോട്, സർവശക്തനായ ദൈവത്തോട് ഒരു ബന്ധമുണ്ടോ? ആ ദൈവത്തിൻ്റെ വചനത്തോടൊരു ബന്ധമുണ്ടോ? ഈ ബന്ധമാണ് ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും വെല്ലുവിളികൾ വന്നാലും പിടിച്ചു നിർത്തുന്ന ബന്ധം. ഈ സർവശക്തനായ ദൈവത്തോടുള്ള ബന്ധമാണ്. ബാക്കിയെല്ലാം ഉണ്ട്. എല്ലാവർക്കും വീടുണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്, സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്. പലർക്കും ദൈവത്തോട്, സർവശക്തനായ ദൈവത്തോട്, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തോട് ഒരു ബന്ധമില്ല. ആ ദൈവത്തിൻ്റെ വചനത്തോടൊരു ബന്ധമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചേ, കർത്താവേ, അങ്ങയുടെ വചനത്തോടുള്ള ബന്ധം എന്നിൽ വർദ്ധിപ്പിക്കണമേ, അങ്ങയോടുള്ള ബന്ധം എന്നിൽ വർദ്ധിപ്പിക്കണമേ. നമ്മൾ കേട്ടിട്ടില്ലേ, ചില ബന്ധങ്ങൾ നമ്മുടെ സമാധാനം കളയുന്ന ബന്ധമാണ്. ചില ബന്ധങ്ങൾ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി മാറുന്ന ബന്ധനമാണ്. ചില ബന്ധങ്ങൾ ബന്ധനമാണ്, ചില ബന്ധങ്ങൾ നമ്മളെ തകർക്കുന്ന ബന്ധനമാണ്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധം, സർവശക്തനായ ദൈവത്തോടുള്ള ബന്ധം, ഈ വചനത്തോടുള്ള ബന്ധം, അത് നിന്നെ തകർക്കുന്ന ബന്ധമല്ല, രക്ഷിക്കുന്ന ബന്ധമാണ്, വളർത്തുന്ന ബന്ധമാണ്, ആരോഗ്യത്തോടെ നിലനിർത്തുന്ന ബന്ധമാണ്. അത് കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന ബന്ധമാണ്. ഈ ബന്ധമാണ് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കണം. രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടെ ആ വസ്ത്രത്തെ തൊട്ടപ്പോൾ, ആ തൊട്ട വ്യക്തിയെ യേശു വിളിച്ചത്, എടോ പോടോ, താനൊന്നുമല്ല, മകളെ. അത് സ്നേഹത്തോടെയുള്ളൊരു വിളിയാണ്. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ തൊട്ടപ്പോൾ ഒരു ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു എന്നാ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം വിശ്വാസത്തോടെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ വരും. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ കുടുംബത്തിൽ വരും. ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ ജീവിത യാത്രകളിൽ വരും. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കും. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ, ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവമേ നിന്നോടുള്ള സ്നേഹവും അടുപ്പവും ബന്ധവും വർദ്ധിപ്പിക്കണമേ. ഈ അനുഗ്രഹിയിൽ ദിവസേന വചനം പറയുമ്പോൾ ദൈവത്തോടുള്ള ബന്ധമാണ് അനേകർക്ക് ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയോ പേരാണെന്നറിയാമോ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് പോലും ജീവിതത്തിൽ കരകയറി വന്നത്, പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തിയ ജീവിതങ്ങൾ കയറി വന്നത് ആരുടെയും പ്രഭാഷണം കൊണ്ടോ പ്രസംഗത്തിൻ്റെ സ്റ്റൈല് കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തോടുള്ള ബന്ധം വർദ്ധിച്ചതിലൂടെയാണ്. വിശ്വാസത്തോടെ തൊട്ട വ്യക്തിക്ക് ദൈവത്തോടുള്ള ബന്ധം അവിടെ വർദ്ധിച്ചു. ടച്ച് ഓഫ് ഫെയ്ത്ത് ബ്രിങ്സ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ടച്ച് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തോടെയുള്ള തൊടൽ, ബ്രിങ്സ് എ റിലേഷൻഷിപ്പ്, ഒരു വലിയ ബന്ധം കൊണ്ടുവരും. വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ മേലുണ്ട്.
ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേലുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. രോഗികൾ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. പല കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകമായ ഒരു കാര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വചനം കേട്ടവരുണ്ട്. ഇന്ന് ആ ദൈവത്തോടുള്ള ബന്ധത്തിലൊന്ന് നിന്ന് പ്രാർത്ഥിച്ചേ. സർവശക്തനായി ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തോട് ഈ വചനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞ്, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയുടെ വചനത്തോട് ഞാൻ അടുക്കുന്നു, ആ വചനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഇതൊക്കെ മതി കുഞ്ഞെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ. മല പോലെ വന്നത് എലി പോലെ പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെ എന്തു വലിയ പ്രശ്നമാകട്ടെ അത് മാറും. അത് മഞ്ഞുപോലെ ഉരുകാൻ തുടങ്ങട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ വെള്ളിയാഴ്ച 40-ാം വെള്ളിയാഴ്ചയാണ്. അനുഗ്രഹിലെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമാകുന്നൊരു 40-ാം വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവെ, ഈ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുവാണ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ, യുവതീ-യുവാക്കൾ, കുഞ്ഞുങ്ങൾ, പരീക്ഷയ്ക്കൊരുങ്ങുന്നവർ, വിവിധ രാജ്യങ്ങളിലുള്ളവർ. പ്രത്യേകിച്ച് ഈ ആലയം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. വയനാട്ടിൽ ഈ ദേശത്ത്, ഞങ്ങളുടെ ഈ ദേശത്ത്, അയൽവക്കങ്ങളിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ ഈ ദേശത്ത്, ഈ വയനാട് ജില്ലയിൽ അങ്ങയുടെ വചനം കേൾക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. ഞങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചുറ്റുവട്ടങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്ന് വചനം കേൾക്കുന്ന ഒരാളാകട്ടെ, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളിലുണ്ട്. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, അപകടങ്ങൾ, ചതികൾ, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ ഞങ്ങളെ കരുതണമേ. ഞങ്ങളുടെ ജീവിതയാത്രകൾ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. ഒരു ദോഷവും വരാതെ സംരക്ഷിക്കണമേ. രോഗങ്ങൾ, ദുർമരണങ്ങൾ, ആപത്തനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകണമേ. ശരീരത്തിൻ്റെ അകവും പുറവും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബ ജീവിതം, യാത്രകൾ, തീരുമാനങ്ങൾ അനുഗ്രഹമാക്കണമേ. വരുമാന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, തീരുമാനങ്ങൾ, ഇൻ്റർവ്യൂകൾ, വിവിധയിനം പഠനങ്ങൾ എല്ലാം അനുഗ്രഹമാക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അനേകർക്ക് അയച്ചു കൊടുക്കണം. ഈ വചനം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്ങായി മാറട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നവർ, ഒക്കുന്നവർ ഒരുമിച്ച് വരിക. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.